Hey guys, welcome back to a new video. It's me, Srikutti. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട്സ് ഇൻ മൈ ബാഗ് വ്ലോഗ്. ഇതാണ് എൻ്റെ ബാഗ്. ഈ പ്രാവശ്യം ഞാനിപ്പോൾ 6th-ലാണ്. ഇതിന് എന്തോ ഇവിടെ പുകയുണ്ട് കേട്ടോ. ഒരു സാധനം അടിച്ചത് എന്ന് വെച്ചാൽ പുക കെമിക്കൽസ് ഒക്കെ എൻ്റെ കണ്ണ് തീർന്നു. ഓക്കെ, ഇങ്ങനെ ഒരു പുകയുണ്ട്, അടുക്കളൊക്കെ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പുക. ഇതാണ് എൻ്റെ ബാഗ്. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം 6th-ലാണ് ഞാനിപ്പോൾ. അതുകൊണ്ട് തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. പിന്നെ അതിൽ നിറച്ച് ടെക്സ്റ്റ് ബുക്കും കുറേ സാധനം വെയിറ്റ് ഉണ്ട്. എന്ത് പുക, വയറ് പുക. അപ്പം സാറില്ല, എല്ലായിടത്തും പുകയാണ്. അപ്പം അതുകൊണ്ട് ഇത് ഞാൻ കുറച്ച് കുറവുള്ള പ്ലേസിൽ വന്നുകൊണ്ട് കാണും. കുറേ നേരമായിട്ട് ചെയ്തിട്ട് പക്ഷെ ഈ മുറി അടങ്ങിയായിരുന്നു കിടന്നിട്ടുള്ളൂ. അപ്പം പുക പുറത്ത് പോയില്ല. ഓക്കെ, സോറി. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഞാൻ ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഡാർക്ക് കളറായിരുന്നു ചൂസ് ചെയ്തിട്ടുള്ളത് വാട്ട്സ് ഇൻ മൈ ബാഗ്. ശരിയല്ല, ഞാൻ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡാർക്ക് കളറായിരുന്നു ചൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഡാർക്ക് കളറാണ് ബാഗ് ചൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ലൈറ്റ് കളർ എടുത്തുകൊണ്ട് തന്നെ അമ്മക്ക് പണിയാണ്. കാരണം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ അവസ്ഥയിൽ. ഞാൻ കാണിച്ചാൽ കഴുകിയിട്ട് പോകണില്ല, ക്യാമറയിൽ കാണണമെന്നുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഫുൾ കറയുന്നുണ്ട് ഇവിടെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഫുൾ കറയാണ്. കാരണം ഇപ്പം നമ്മൾ വാനിലൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാവും അവിടെ. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ബാഗ് കൊണ്ടുപോയി വെക്കും, അവിടെ ഫുൾ അഴുക്കാവും. അപ്പോൾ ഈ അടിയിലും ഇവിടെയൊക്കെ അഴുക്കാണ്. തുടച്ചിട്ട് പോകണില്ല, കുറച്ചൊക്കെ ഒന്ന് പോയി. അപ്പോൾ നമ്മുടെ വാട്ട്സ് ഇൻ മൈ ബാഗിലോട്ട് നേരെ കിടക്കാം. ഇതാണ് എൻ്റെ ബാഗ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്യാമറ മാന് തിരക്കിലാണ്. ആ റൂട്ടിൽ എനിക്ക് വീഡിയോ എടുത്ത് തരാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് എടുക്കും. സോ ഇങ്ങനെയൊക്കെ ഒരു സാധനമുണ്ട്. പിന്നെ ഇവിടെ ബി ബോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കേച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഇതിലോട്ട് കടക്കാം. ഞാൻ സംഭവം സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം ഒരു സാധനം എടുത്ത് പുറത്ത് വെക്കാറില്ല. ആദ്യം ടിഫിൻ ബോക്സ്, അത് അച്ഛനും അമ്മ ആരെയിലൊക്കെ എടുക്കും. ഞാൻ ഒരു സാധനം എടുത്ത് വെക്കാറില്ല. സോ എനിക്ക് ഇതൊക്കെ ഇതാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ ബോക്സ്. ഞാൻ എപ്പോഴും പൗച്ചാകാനുള്ള. ഈ പ്രാവശ്യത്തെ വെറൈറ്റി നോക്കാനല്ല. ഞാൻ ലുലു മാളിൽ ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു പൗച്ച് ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ എനിക്ക് ഇഷ്ടമായില്ലാത്ത സത്യം. എന്നിട്ട് ഞാൻ ഒരു ബോക്സ് വാങ്ങിച്ചു. അവിടെ കുറേ വെറൈറ്റി ബോക്സസ് ആയിരുന്നു ഈ പ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം വെറൈറ്റി പൗച്ചസ് ആയിരുന്നു. ഈ പ്രാവശ്യം വെറൈറ്റി ബോക്സസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ബോക്സ് സെലക്ട് ചെയ്തു. പിന്നെ കുറച്ച് കാണുമ്പോഴത്തേക്കും പൗച്ച് ചെയ്തു. പിന്നെ നല്ല രസമുണ്ട്. ഇത് മെയ്ഡ് ഇൻ ചൈന. ഓക്കെ, ബട്ട് ഇത് ജെനിയുടെ മറ്റേ ബ്ലാക്ക് പിങ്കിൻ്റെ ജെനിയുടെ പെറ്റ് കാപ്പിബാര സംതിങ് ആണ്. സോ അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ഇതിൽ തുറന്നു നോക്കുമ്പോൾ വരുന്നത് ഒരു പെൻസിലാണ്, പിന്നെ സ്കെയിൽ, പിന്നെ ഇത് ജെൽപെൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ബട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് റഫിന് മാത്രം. പിന്നെ ഇവരായിട്ട് തന്നിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ട്. നമുക്ക് ടൈം ടേബിളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് നല്ല സന്തോഷമുണ്ട്. പിന്നെ ബട്ട് എനിക്ക് ഇതിൽ 7 ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബാക്കിൽ ക്യാമറയെ കാണുമ്പോൾ പാമ്പ് പോലെ ഇരിക്കുന്നത്. ബട്ട് ഞാൻ എസ് എഴുതി ശ്രുതാന്നുള്ള അല്ലെങ്കിൽ ശ്രീ അതിലുള്ളൊരു ഫസ്റ്റ് ലെറ്റർ ആയിട്ട് കൂട്ടിക്കോ നിങ്ങൾ. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഇത്. മൊത്തത്തിലൊരു പിങ്കിഷ് വൈബാണ്. പിന്നെ അടുത്തത് വന്നിട്ടുള്ളത് കുറച്ച് പേരയാണ്. ഓക്കെ, ഇത് ഗമ്മ ഓൾറെഡി ആണ് പുറത്ത് വെച്ചത്. അപ്പോൾ ആ ഒരു പേര് അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഞാൻ അടുത്ത് പുറത്ത് വെച്ചത് ഓൾറെഡി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ പോക്കറ്റിൽ കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കിടക്കും. ഇത് ബാക്ക് കവറാണ്. നമ്മൾ റെയിനൊക്കെ ഇതാവാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക് കവറാണ്. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. റെയിൻ ഉണ്ടെങ്കിലും. പിന്നെ ഒരു ഗമ്മുണ്ട്. ഇതൊക്കെ ഇടലും ഇവിടെ കിടന്നതാണ്. ഞാൻ അടുത്ത് ഇങ്ങോട്ട് മാറ്റി. അതിനാ ക്യാമറ ഓഫ് ചെയ്തത്. ഇതൊക്കെ സംഭവം ഭയങ്കര വെയിറ്റ്. എനിക്ക് അത് ഇതൊക്കെ കാറിനോടോ വെയിറ്റ് ചെറിയതായിട്ട് ഡൗട്ട് ഉണ്ട്. ബട്ട് അത് ചെയ്യാൻ പറ്റും. ഈ മാം
അവരൊക്കെ അസ്ഥാനത്ത് കയറിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ജോമെട്രി ബോക്സ് ആണ്. എപ്പോഴും ഞാൻ ക്യാമലിൻ്റെ ഒരു ജോമെട്രി ബോക്സ് ഇപ്പോൾ മാറ്റി പിടിച്ചു. ഇത് സംതിങ് ആണ്. സോ ആ ഒരു പിന്നെ ഈ ഒരു പേനയാണ് മറ്റേ നമ്മുടെ ബ്ലൂ കളറ്, ഗ്രീൻ കളറ്, അങ്ങനെ ഓരോ പേന മറ്റേ നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു ടൈപ്പ്. ഞാൻ ഇതുവരെ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ തിരുപ്പതിയിൽ നിന്ന് വായിച്ചാട്ടോ. അപ്പോൾ അത് വെച്ച് വായിച്ചു. അപ്പം ഈ ഒരു സിബ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സിബ് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കര ജലദോഷം. ഇവിടെ ഫുള്ള് നോട്ട്ബുക്സ് ആണ്. കണ്ടത്. ഇത് ഫുള്ള് നോട്ട്ബുക്സ് ആണ്. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഹോളിഡേ ഹോംവർക്ക് ബുക്കിൽ തന്നെ ചെയ്യാൻ പറഞ്ഞു. അതായത് ഫുള്ള് ബുക്കാണ്. ഇനി പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല, ബുക്കൊക്കെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇതന്നെ റഫ് ബുക്കും ഇതന്നെ ട്യൂഷൻ ബുക്ക്, ഇതൊക്കെ ഞാൻ കൊണ്ടുപോകും. അതിലേക്ക് പ്രശ്നമൊന്നുമില്ല. ചുമക്കണമെങ്കിൽ ഞാൻ ചുമക്കും. പിന്നെ ഈ ഒരു സാധനം ഞാൻ സിലിക്കോണിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ച്, എന്താ പറയുക, ഒരു എന്തോ വാങ്ങിച്ചേ, ഒരു പാക്കറ്റ് ഓഫ് സിസേഴ്സ്, ഒരു ടേപ്പ്, ഷാർപ്പനർ, അങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയാണ്. ഇതുവരെ എന്താ സാധനം എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്കറിയാവുന്ന ഇത് കമൻറ്റ് ചെയ്യണേ. എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ വാങ്ങിച്ചപ്പോൾ തൊട്ട് ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. പിന്നെ ഇതൊരു കീ ചെയിനാണ്. പിന്നെ ഇതാണ് ഞാൻ ആ പറഞ്ഞ ടേപ്പ്, ഒരു ഡെക്കറേറ്റീവ് ടേപ്പായിട്ട് പറയാം. പിന്നെ ഇതൊക്കെ, ഇത് ഒരു ഷാർപ്നറാണ്. ഓക്കെ, ഇതെനിക്കൊരു നെയ്ബറിൻ്റെ അമ്മമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബട്ട് ഞാനിപ്പോൾ പെൻസിലല്ല യൂസ് ചെയ്യുന്നത്. ബട്ട് കുഴപ്പമില്ല, കാരണം എനിക്ക് പെൻസിലുണ്ട്. സോ അത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അയ്യോ. ഓക്കെ, നെക്സ്റ്റ് ആ അമ്മമ്മ തന്നെ എനിക്ക് മേടിച്ചതാണ് കേട്ടോ. അതല്ലേ എനിക്കൊരു ഗിഫ്റ്റായിട്ട് അതാണ് എല്ലാവർക്കും കൊടുത്തു. ഈ ഒരു ഏരിയയിലുള്ള എല്ലാവർക്കും കൊടുത്തൊരു പേന. ഓക്കെ, ഒരു പർപ്പിൾ കളറിൽ. അപ്പം ഈ ഒരു കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ മറന്നുപോയ മാമിൻ്റെ ഇതൊക്കെയാണ്. ഈ ഒരു മിഡിൽ റോ എന്ന് പറയുന്നത് ഞാൻ ഫുഡൊക്കെ വെക്കാനുള്ളതാണ്. ബട്ട് ഇപ്പം അതിൽ കാലിയാണ്, വന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ ഞാൻ എടുത്ത് മാറ്റി, എല്ലായിടത്തും മാറ്റും ഗൈസ്. കണ്ടില്ല, ഒന്നുമില്ല. ഓക്കെ, ലാസ്റ്റ് റോ ആണ്. ഒരു ചെറിയൊരു ബ്ലോക്കാണ് ഗൈസ്. ഇതിൽ ഫുൾ ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ പക്ഷെ ഇപ്പോൾ കുറച്ച് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. എനിക്ക് വീട്ടിൽ ചുമക്കാൻ വയ്യാറുണ്ട്. അമ്മ ഇത് ആ ഒരു സാധനം കൂടെ കാണിക്കാറുണ്ട്. ഇത് ചോക്ലേറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലില്ലേ, എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ ഫ്രണ്ട്സിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ എടുത്ത് മാറ്റി വെച്ചില്ല. ബട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടി വായിച്ചത് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ വാട്സ് ഇൻ മൈ വ്ളോഗ്. ആണെങ്കിൽ വേഗം തന്നെ ഇടുന്നതായിരിക്കും. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് Q&A ചെയ്യാൻ. നമുക്ക് എല്ലാവരും കൂടെ ഒത്തുള്ളൊരു സമയം വേണം. കാരണം ഇപ്പം തിരക്കൊക്കെയാണ്, സ്കൂളൊക്കെ തുറന്നു. സോ കുറച്ച് ലേറ്റ് ആവും. കാരണം Q&A പോസ്റ്റ് ഇട്ടിട്ട് ക്വസ്റ്റ്യൻസ് ചോർത്തിയെടുക്കണം. എന്നിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, പെട്ടെന്നായിപ്പോയല്ല. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. കാരണം എനിക്കിപ്പോൾ ഒത്ത് കിട്ടണം. എനിക്ക് കുറേ വർക്ക് ഉണ്ട് ചെയ്യാൻ. ഹോളിഡേ ഹോംവർക്ക് ഞാൻ ഇതുവരെയായിട്ട് തീർന്നിട്ടില്ല. ഹിന്ദി കൂടെ ചെയ്യാനുണ്ട്, പക്ഷെ ഭയങ്കര മടി. ഹിന്ദി കൂടെ ചെയ്യാനായിട്ട് പക്ഷെ കുറേ വർക്കൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ ഞങ്ങൾ എന്തായാലും വരും. ഒരു സൺഡേ ഒക്കെ നോക്കിയിട്ട് പെട്ടെന്ന് വരെ വരാം. പക്ഷെ Q&A പോസ്റ്റ് ഞങ്ങൾ നേരത്തെ തന്നെ ഇടും. അപ്പോൾ എല്ലാവരും അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസ് ബൈ, സ്റ്റേ സൂൺ.